നമസ്കാരം. PHP ട്യൂട്ടോറിയൽ മലയാളം സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ സൂരജ്. നിങ്ങൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ എങ്ങനെയാണ് PHPക്ക് ആവശ്യമുള്ള ലോക്കൽ സെർവർ ഡൗൺലോഡ് ചെയ്യുന്നതെന്നും അത് ഇൻസ്റ്റാൾ എങ്ങനെ ചെയ്യാമെന്നും നിങ്ങൾ കണ്ടു. ആ ട്യൂട്ടോറിയൽ കുറച്ച് പഴയതാണ്. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് PHP അതായത് PHP 6 ആണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി, ഇനി PHP എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോഡ് എഡിറ്റർ അത്യാവശ്യമാണ്. ഒരു കോഡ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക് കംപ്ലീഷൻ, സിൻടാക്സ് ഹൈലൈറ്റിംഗ് മുതലായ ഫംഗ്ഷനാലിറ്റീസ് അത്യാവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ കോഡ് എഡിറ്ററാണ്. ഈ കോഡ് എഡിറ്റർ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം 39 MB ഈ കോഡ് എഡിറ്ററിന്റെ സൈസ് വരും. നിങ്ങൾക്ക് ഈ കോഡ് എഡിറ്റർ നിങ്ങളുടെ ബ്രൗസർ എടുത്ത ശേഷം ബ്രാക്കറ്റ്സ് എന്നടിക്കുക. ആദ്യമായി തന്നെ നിങ്ങൾക്ക് ഈ കോഡ് എഡിറ്റർ വരുന്ന കാണാം. ഇവിടെ നിങ്ങൾക്ക് കോഡ് എഡിറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാവുന്നതാണ്. നിങ്ങളിവിടെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഉടനടി ഇത് ഡൗൺലോഡ് ചെയ്യാൻ ആരംഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് സിമ്പിളായി ഇൻസ്റ്റാൾ ചെയ്യുക. കൂടുതൽ കോൺഫിഗറേഷനും മറ്റു കാര്യങ്ങളും ഈ ഇൻസ്റ്റാളേഷനിൽ ഉൾപ്പെടുന്നില്ല. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, പാത്ത് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാനിത് തൽക്കാലം കാണിക്കുന്നില്ല. അതിനുശേഷം നിങ്ങൾ ബ്രൗസർ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ കോഡ് എഡിറ്റർ എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് എഡിറ്റർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു സ്ക്രീനാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ അത് കൂടാതെ നിങ്ങൾക്കൊരു ഫോൾഡർ, അതിൽ കണ്ടൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫോൾഡറായിട്ട് ഓപ്പൺ ചെയ്യാം മുതലായ കാര്യങ്ങളും. പിന്നെ ഇത് കൂടാതെ ഇതിൽ ലൈവ് റീലോഡ് ഫംഗ്ഷനാലിറ്റി മുതലായ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനത് ഓരോ ഘട്ടം ഘട്ടമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നെ ന്യൂ ഫോൾഡർ ഉണ്ട്, അങ്ങനെ അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഷോ ഇൻ എക്സ്പ്ലോർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ടായിട്ട് എവിടെയാണ് ഫോൾഡർ വിൻഡോസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഓപ്പൺ ആവുന്നതാണ്. ശരി, അടുത്തതായി നമുക്ക് PHP INI കോൺഫിഗറേഷൻ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. php.ini എന്നാൽ PHPയുടെ ഒരു കോൺഫിഗറേഷൻ ഫയലാണ്. ഇതിലാണ് PHPയുടെ സെറ്റിംഗ്സ് എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ഞാൻ നോക്കാം. ആദ്യമായി തന്നെ ഞാൻ എൻ്റെ വിൻഡോസ് ഓപ്പൺ ചെയ്തു. അതിൽ C എടുക്കുക. വാമ്പാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വാമ്പ് എടുക്കുക. അവിടെ ബിൻ എന്ന് പറഞ്ഞ ഫോൾഡർ കാണും. ഈ ബിൻ എടുത്ത ശേഷം ഇവിടെ PHP എന്ന ഫോൾഡർ കാണും. ഈ PHP 5.5.12 ഇവിടെ നിങ്ങൾക്ക് PHP എന്ന ഈ ഫയൽ കാണുവാൻ സാധിക്കും. ഒരു ചക്രമുണ്ട്. നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് INI എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷനാണ് കാണാൻ സാധിക്കുക. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ഈ ഫയലാണ്. അതിനായി ഞാൻ ഈ ഫയൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫയലായിരിക്കും ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി ആദ്യമായി തന്നെ നമുക്ക് PHP എറർ ഡിസ്പ്ലേയിങ് നമുക്ക് ഓൺ ആക്കണം. അത് ഡീഫോൾട്ടായിട്ട് ഓഫ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് ഓൺ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യം അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായി നിങ്ങൾ Ctrl+F അടിക്കുക. അതിനുശേഷം ഡിസ്പ്ലേ എറേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഫൈൻ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ത് ഡിസ്പ്ലേ എറേഴ്സ് ഈക്വൽ ടു ഓൺ എന്ന് ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് കാണാം. ഈ സെമിക്കോളൻ ഇട്ടിരിക്കുന്നത് ഇത് കമന്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഇത് ഫംഗ്ഷനാലിറ്റിയിൽ ഉൾപ്പെടുന്നവയല്ല. അതായത് ഇത് യൂസർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് ഇതിങ്ങനെ സെമിക്കോളൻ ചെയ്തായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് PHP എറർ കാണുവാൻ നിങ്ങളുടെ ബ്രൗസറിൽ സാധിക്കില്ല. അത് ആക്റ്റീവ് ചെയ്യുവാൻ നിങ്ങൾ ഈ സെമിക്കോളൻ മാറ്റുക. അതിനുശേഷം നിങ്ങൾ Ctrl+S അടിച്ച് സേവ് ചെയ്യുക. Ctrl+S അടിച്ച് സേവ് ചെയ്ത ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഷോ ഹിഡൻ ഐക്കൺസിൽ വന്ന് നിങ്ങൾ വാമ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വാമ്പ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക ഒന്നും കൂടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് സേവ് ചെയ്തതിൻ്റെ എഫക്റ്റ് കാണാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് എന്ത് മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാറ്റാവുന്നതാണ്. ഞാൻ എൻ്റെ കോഡ് എഡിറ്ററിലൂടെ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ കൊടുക്കാവുന്നതാണ്. ഞാൻ ആദ്യമായി തന്നെ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യും. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്കൊരു ഫോൾഡർ എവിടെയെങ്കിലും ഉണ്ടാക്കിയിടുക. അതിനുശേഷം ഇവിടെ ഓപ്പൺ ഫോൾഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡർ എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആ പൊസിഷനിൽ കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ സെലക്ട് ഫോൾഡർ കൊടുക്കുക. ആ ഫോൾഡർ കോഡ് എഡിറ്ററിൻ്റെ ട്രീ വ്യൂവിൽ ഓപ്പൺ ആവുന്നതാണ്. ഇനി ഇതിലൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ഫയൽ കൊടുക്കുക. എന്ത് ഫയലാണെന്ന് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ആ ഫയൽ നെയിം കൊടുക്കുക. ഞാൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം നമ്മൾ PHP ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് .php എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ കൊടുക്കുക. ഞാൻ കൊടുത്തു. നിങ്ങൾക്കിപ്പോൾ ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം.
എന്തൊക്കെയാണ് കാണാവുന്നത്? ലൈൻ നമ്പർ കാണാം. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏത് ലൈനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു തണ്ടറിൻ്റെ ഐക്കൺ കാണാം. ഇതിനർത്ഥം ലൈവ് പ്രിവ്യൂ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ HTML ഫയലാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് സെർവർ ഫയൽ അല്ല ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ലൈവായിട്ട് അതിൻ്റെ പ്രിവ്യൂ കാണാവുന്നതാണ്. അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പ്രിവ്യൂ കാണാവുന്നതാണ്. ബട്ട് നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ PHP ഫയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് സേവ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൗസറിൽ റീലോഡ് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നിങ്ങൾ കൺട്രോളേഴ്സ് അടിച്ച് സേവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. സാധാരണയാണെങ്കിൽ നമ്മൾ സേവ് ചെയ്ത ശേഷം ബ്രൗസറിൽ ചെന്ന് റീഫ്രഷ് അടിക്കണം. പക്ഷേ ഇത് റീഫ്രഷ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഇതിനെ കോൺഫിഗർ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ആദ്യമായി തന്നെ നിങ്ങൾ ഫയൽ എടുക്കുക. ഫയൽ എടുത്ത ശേഷം പ്രൊജക്ട് സെറ്റിംഗ്സ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സെർവറിൻ്റെ പാത്ത് കൊടുക്കുക. നിങ്ങൾ സാധാരണ ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ IP കൊടുക്കാം. 127.0.0.1 എന്ന IP കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സ്ലാഷ് ഇടുക. നിങ്ങൾ റൂട്ട് ഫോൾഡറിൽ തന്നെയാണ് നിങ്ങളുടെ ഫയൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ലാഷിൽ നിർത്താം. അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ഫോൾഡറിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പ്രൊജക്റ്റിന് ആവശ്യമായ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഫോൾഡറിലോട്ട് നിങ്ങൾക്ക് പാത്ത് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും ഫയൽ നെയിം കൊടുക്കരുത്, ജസ്റ്റ് ആ ഫോൾഡറിലോട്ടുള്ള പാത്ത് മാത്രം. അതിനുശേഷം ഡൺ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഈ തണ്ടറിൻ്റെ ചിഹ്നത്തിൽ ഒന്നുകൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ ബ്രൗസറിൽ ആ ഫയൽ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം, index.php. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ തണ്ടറിൻ്റെ ഐക്കൺ ആക്റ്റീവ് ആയിരിക്കുന്നത് കാണാം. ഓക്കെ, അതിനർത്ഥം നിങ്ങളിപ്പോൾ ലൈവ് പ്രിവ്യൂവിലാണ് എന്നാണ്. ഇനി ഈ സൈഡ് ബാർ ഹൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് Ctrl+Alt+H അടിച്ചാൽ സൈഡ് ബാർ ഹൈഡ് ആവുന്നതാണ്. ഒന്നും കൂടി ഡിസ്പ്ലേ ചെയ്യാൻ Ctrl+Alt+H പിന്നെയും അടിക്കുക. ഓക്കെ, ഇനി ഇതിൽ ഒത്തിരി പ്ലഗിൻസ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡീഫോൾട്ടായിട്ട് കുറേ ഫങ്ഷണാലിറ്റീസ് കൂടാതെ ഇതിന് കുറേ അഡീഷണൽ ഫങ്ഷണാലിറ്റീസ് നമുക്ക് പ്ലഗിൻ വഴി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഈ ബോക്സ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലഗിൻസ് ആണ് ഇത്രയും. അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇതിൻ്റെ പ്ലഗിൻസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. തീംസ് ആണിതെല്ലാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീംസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമായി ചെയ്യുന്നത് നമുക്ക് വേണ്ടത് PHPയുടെ കുറച്ച് കാര്യങ്ങളാണ്. സോ ഞാൻ PHP നടിച്ചു. അപ്പോൾ കുറേ പ്ലഗിൻസ് നിങ്ങൾ കാണാൻ സാധിച്ചു. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് PHP സിൻടാക്സ് ഹിൻഡ്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്ലഗിൻ ഡൗൺലോഡായി നിങ്ങളുടെ കോഡ് എഡിറ്ററിന് ആ ഫംഗ്ഷനാലിറ്റി കൊടുക്കുന്നതാണ്. പിന്നെ ക്വിക്ക് ഡോക്സ് PHP അത് കൊടുക്കാവുന്നതാണ്. പിന്നെ കൊടുക്കേണ്ടത് PHP സ്മാർട്ട് ഹിൻസ് എന്ന് പറഞ്ഞ ഒരു പ്ലഗിൻ ഉണ്ട്. അത് ഉറപ്പാണ് നിങ്ങൾ കൊടുക്കണം. കാരണം ഇത് നല്ലൊരു ഓട്ടോ കംപ്ലീറ്റ് പ്ലഗിനാണ്. നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പ്ലഗിൻസ് റിമൂവ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെന്നിട്ട് നിങ്ങൾക്ക് റിമൂവ് കൊടുക്കാവുന്നതാണ്. ഞാൻ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് തീംസ് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് തീംസ് ചെന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീംസ് മാറ്റാവുന്നതാണ്. അതനുസരിച്ച് ഇവിടെ എനിക്ക് തീമിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാവുന്നതാണ്. ഞാനിവിടെ ഡൺ കൊടുത്താൽ എനിക്ക് എന്താണ് ആ പ്രിവ്യൂ ആണ് കാണാൻ സാധിക്കുക. ഞാനിവിടെ PHP നടിച്ചാൽ നിങ്ങൾക്ക് അവിടെ ആ തീമിൻ്റെ കളർ, സിൻടാക്സ്, ഹൈലൈറ്റിംഗ് മുതലായ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ലൈറ്റാണ്. സോ ഞാൻ തീംസിൽ പോവുക, ബ്രാക്കറ്റ്സ് ലൈറ്റ് ഡീഫോൾട്ട് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഞാൻ ഇനി ഫസ്റ്റ് തന്നെ ഈ സൈഡ് ബാർ ഒന്ന് ഹൈഡ് ചെയ്യുകയാണ്. സോ ഞാൻ Ctrl+Alt+H അടിച്ച് ഹൈഡ് ചെയ്തു. ഇനി അടുത്തതായി ഞാൻ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എങ്ങനെയാണ് PHP ഇൻഫോ ഉപയോഗിച്ച് PHP ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഞാൻ ഒന്നുകൂടെ അത് കാണിച്ചു തരാം. PHP ഫസ്റ്റ് നമ്മൾ PHP ടാഗ് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുക. ഞാനിനി എക്കോ കൊടുത്താൽ നിങ്ങൾക്കറിയാം ആ എക്കോവിൻ്റെ കളർ മാറിയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ബ്ലൂ കളർ. അത് സൂചിപ്പിക്കുന്നത് അതൊരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതൊരു ഫംഗ്ഷനാണ്. നിങ്ങൾക്ക് ECH അടിച്ചാൽ അത് വെറും ഒരു വേരിയബിൾ ആണ്. അതായത് നിങ്ങൾക്കതിന് കളർ, സിൻടാക്സ്, ഹൈലൈറ്റിംഗ് കാണാൻ സാധിക്കില്ല. കാരണം അത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും എക്കോ എന്ന്. നമ്മൾ ECH അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് കംപ്ലീഷൻ്റെ ആ വിൻഡോ കാണാൻ സാധിക്കും. നിങ്ങൾ എൻ്റർ അടിച്ചാൽ എന്ത് സംഭവിക്കും? അത് ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആവുന്നതാണ്. ഞാൻ എക്കോ അടിച്ചു. അതിനുശേഷം ഞാൻ PHP ഇൻഫോ എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. PHP ഇൻഫോ എന്നടിച്ചു. അതിനുശേഷം 2 ക്ലോഷർ കൊടുത്തു. സെമിക്കോളൻ അടിച്ച് നിങ്ങൾ കൺട്രോൾസ് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ PHPയുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ,
നിങ്ങളുടെ PHPയുടെ വെർഷൻ മുതലായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എക്കോ എന്താണ്, പ്രിന്റ് എന്താണ് മുതലായ കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ PHPയിൽ എന്തെങ്കിലും വേർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എക്കോ. നമ്മൾ ECHO എന്നടിക്കുക, എക്കോ അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. PHP എന്ത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ സെമിക്കോളൻ അവസാനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ സെമിക്കോളൻ കൊടുത്തിരിക്കുകയാണ്. Ctrl+S അടിച്ചു, നിങ്ങൾക്ക് ഹായ് കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്തെങ്കിലും തെറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുക. എക്കോ കൊടുത്തു, ഞാൻ സിംഗിൾ കോട്ടിട്ട് ഹായ് നിർത്തി. ഇതിപ്പോൾ ആക്ച്വലി നമുക്കറിയാം ഇത് തെറ്റാണെന്ന് നമുക്കറിയാം. ഞാൻ Ctrl+S അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ത്, നിങ്ങളുടെ ബ്രൗസറിൽ എറർ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അതായത് ഏത് ലൈനിനാണ് നിങ്ങൾ പ്രശ്നം എന്ന് മുതലായ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഒരു പ്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ ഹോസ്റ്റിങ്ങിൽ ഈ എറർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. കാരണം യൂസറിന് മനസ്സിലാവും. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു എറർ നിങ്ങളുടെ ഫയലിൽ സംഭവിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും യൂസർ നിങ്ങളുടെ ഡൊമൈനിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എറർ കാണാൻ സാധിക്കും. സോ അവർ അത് ഡിസ്പ്ലേ എറർ സാധാരണയായി ഓഫ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതിങ്ങനെ കൊടുത്ത് ഞാൻ സെമിക്കോളൻ കൊടുത്ത് എസ് അടിച്ചാൽ എനിക്കത് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സിംഗിൾ കോളന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, പ്രശ്നമില്ല. ഓക്കെ, ഇത് ഇങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സെയിം ആയിട്ട് നിങ്ങൾക്ക് പ്രിന്റ് എന്ന ഫംഗ്ഷനാലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. ബട്ട് ഇപ്പോൾ ഇത് പഴയ PHPയിലൊക്കെ പ്രിന്റ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ Ctrl+S അടിക്കുകയാണെങ്കിൽ എൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതായത് പ്രിന്റ് ഫംഗ്ഷനാലിറ്റിയും ഇതിൻ്റെ അകത്ത് വർക്കാവും എന്നാണ് എൻ്റെ അർത്ഥം. ഇനി അടുത്തതായി നിങ്ങൾക്ക് HTML ടാഗുകളും ഇതിനുള്ളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് എക്കോയിൻ്റെ കൂടെ നിങ്ങൾക്ക് HTML ടാഗ്സും ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്കോ അടിക്കുക, അതിനുശേഷം നിങ്ങൾ ഡബിൾ കോട്ട്സ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് കുറച്ച് ലാർജറായി കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ HTML യൂസ് ചെയ്യുന്ന H1 ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ട്യൂട്ടോറിയൽ സീരീസ് കാണുന്നതിനേക്കാൾ മുമ്പേ ആദ്യമായി HTML ബേസിക് ഫംഗ്ഷനാലിറ്റിയും ബേസിക്കായിട്ട് എങ്ങനെയാണ് HTML വർക്ക് ചെയ്യുന്നതെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം നിങ്ങൾ PHP ഈ കോഴ്സിലോട്ട് വരിക. ഓക്കെ, ഞാൻ H1 കൊടുത്തു. H1 കൊടുത്ത ശേഷം എനിക്ക് H1 ക്ലോസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. സോ ഞാൻ H1 ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇഷ്ടമുള്ള വേർഡ്സ് കൊടുത്തു. ഇപ്പോൾ ഞാൻ സൂരജ് കൊടുത്ത് Ctrl+S അടിക്കുകയാണെങ്കിൽ കാണാം ഇപ്പോൾ സൂരജ് സംഭവിച്ചു, അത് ഹെഡിങ് ആയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻപുട്ട് ബോക്സ് കൊടുക്കണം എന്ന് വിചാരിക്കുക. സെമിക്കോളൻ ഇട്ടില്ലെങ്കിലും ചിലപ്പോൾ അത് വർക്ക് ചെയ്യും. ബട്ട് അതൊരു നല്ല പ്രാക്ടീസ് അല്ല. പലപ്പോഴും ചിലയിടത്ത് എറർ സംഭവിക്കാം. സോ നിങ്ങൾ സെമിക്കോളൻ ഇടാൻ മറക്കരുത്. ഓക്കെ, ഞാനിത് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇൻപുട്ട് ടാഗാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഞാൻ ഇൻപുട്ട് കൊടുത്തു. ഇൻപുട്ട് ടൈപ്പ് എന്താണ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുത്തു. ഞാൻ എൻ്റെ ടാഗ് ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ കളർ മാറിയിരിക്കുന്നതായി കാണാം. ഇതൊരു വേരിയബിൾ എന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്, ഒരു ഗ്രേ ടെക്സ്റ്റ്. അത് എന്ത് സംഭവിച്ചു? കാരണം നിങ്ങൾ ഇവിടെ ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എഡിറ്റർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇതെന്താണ് ഇവിടെ ക്ലോസ് ആയി എന്ന്. അപ്പോൾ നമ്മൾ ഈ സമയത്താണ് സിംഗിൾ കോട്ട്സ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഡബിൾ കോട്ട്സ് ഇവിടെ മെയിനായിട്ട് ഈ ടാഗ് ഓപ്പൺ ചെയ്യാൻ എടുത്തു. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് നമുക്ക് സിംഗിൾ കോട്ട്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിപ്പോൾ ഡീഫോൾട്ട് ഫംഗ്ഷനായിട്ടാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ സിംഗിൾ കോട്ട്സ് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡബിൾ കോട്ട്സ് ഇടാൻ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ പുറത്ത് ഡബിൾ കോട്ട്സ് ആണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് ഇടാൻ ശ്രദ്ധിക്കണം. ഇനി ഞാൻ Ctrl+S അടിച്ചാൽ എനിക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് HTML PHPയുടെ ഉള്ളിൽ നമുക്ക് എംബഡ് ചെയ്യാവുന്നതാണ്. ബട്ട് ഇതൊരു നല്ല രീതിയല്ല, ഞാൻ വേറെ രീതി കാണിച്ചു തരുന്നതാണ്. സോ ഇങ്ങനെ ഒന്ന് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി നിങ്ങൾക്ക് വേറെ രീതി ചെയ്യാവുന്നതാണ്. സാധാരണയായി എല്ലാവരും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അതായത് PHPയുടെ ഒരു വാല്യൂ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിനായി ഞാൻ ഫസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ വേരിയബിളിലേക്ക് ഞാൻ കടക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായി ആദ്യമായി ഒരു $സൈൻ എഴുതുക. അതിനുശേഷം ഇഷ്ടമുള്ളൊരു വേരിയബിൾ നെയിം കൊടുക്കുക. ഞാനിപ്പോൾ A എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ഈക്വൽ ടു ഇട്ടിട്ട് അതിൻ്റെ അകത്തൊരു വാല്യൂ അസൈൻ ചെയ്യണം. ഇൻഡിജറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോഡ്സിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇഷ്ടമുള്ള ഇൻഡിജർ അവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ഡബിൾ കോഡ്സ് ഇട്ടാലും അതിൻ്റെ ഉള്ളിൽ വരുന്നതെല്ലാം അതൊരു സ്ട്രിങ് ആയിട്ടാണ്
PHP കണക്കാക്കുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഡബിൾ കോട്ട്സ് ഇട്ടു, അതിനുശേഷം ഞാൻ ഹലോ എന്ന് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, നിങ്ങളിപ്പോൾ ഒന്നും കാണാൻ സാധിക്കുന്നതല്ല, കാരണം ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ വേരിയബിൾ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനായി നിങ്ങൾ എക്കോ കൊടുക്കുക, അതിനുശേഷം ഏത് വേരിയബിളിലേക്കാണ് നമ്മൾ ആ വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നത് ആ വേരിയബിൾ ഇവിടെ കൊടുക്കുക. അതായത് $A നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ $A കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ സെമിക്കോളൻ ഇട്ടിട്ട് കൺട്രോൾ അടിച്ചാൽ എനിക്കിവിടെ ഹലോ കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് ആ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് കാണാം. PHPയുടെ ഉള്ളിൽ നിങ്ങളുടെ HTML ടാഗ്സ് വർക്ക് ചെയ്യുന്നതല്ല. അതായത് ഇത്രയും പോർഷൻ്റെ ഉള്ളിൽ നിങ്ങളുടെ HTML ടാഗ്സ് വർക്ക് ചെയ്യുന്നതല്ല. ഇവിടെ വർക്ക് ചെയ്തു, കാരണം നമ്മൾ എംബെഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു നല്ല രീതിയല്ല. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണമായി ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാൻ ക്ലോസ് ചെയ്ത് കൺട്രോളേഴ്സ് അടിച്ചാൽ എന്ത് സംഭവിച്ചു? ഇതൊരു PHP ഫംഗ്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എറർ കിട്ടുന്നതാണ്. സോ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇത് കട്ട് ചെയ്യുക, അതിനുശേഷം PHPയുടെ പുറത്ത് നിങ്ങളത് എന്ത് ചെയ്യണം? കൊടുക്കണം. എന്നിട്ട് കൺട്രോളേഴ്സ് അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒരു ടെക്സ്റ്റ് ബോക്സ് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ PHPയുടെ വാല്യൂ നിങ്ങൾക്ക് ഈസിയായി ഇതിൻ്റെ പുറത്തേക്കും എടുക്കാവുന്നതാണ്. ഉദാഹരണമായി നിങ്ങൾക്ക് ഈ ഹലോ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഹലോയാണ്. ഈ ഹലോ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ പ്രിന്റ് ചെയ്യണം. സോ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യും? അതിനുവേണ്ടി നമുക്ക് വാല്യൂ, നമ്മൾ സാധാരണ ഒരു എലമെൻ്റ് ഉള്ളിൽ നിങ്ങളുടെ വാല്യൂ കാണിക്കുവാൻ വേണ്ടി HTML നമ്മൾ വാല്യൂ എന്ന ഒരു കമാൻഡാണ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ വാല്യൂ ഉപയോഗിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ A എംബെഡ് ചെയ്യണം. എങ്ങനെ എംബെഡ് ചെയ്യാം? അത് നമ്മൾ സിംഗിൾ ലൈൻ PHP ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. PHP നമ്മൾ സാധാരണ PHP കൊടുക്കുന്ന കണക്ക് ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാം PHP ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് $A ആണെങ്കിൽ കാണിക്കേണ്ടത്. സോ നിങ്ങൾ എക്കോ കൊടുക്കുക, $A കൊടുക്കുക, എന്നിട്ട് സെമിക്കോളൻ മറക്കാതെ ഇടുക, അല്ലെങ്കിൽ എറർ കിട്ടുന്നതാണ്. സോ ഞാൻ സെമിക്കോളൻ കൊടുത്തു. ഇനി ഞാൻ കൺട്രോളേഴ്സ് അടിക്കുകയാണെങ്കിൽ എനിക്ക് ഹലോ ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കുന്നതായി കാണാം. നിങ്ങൾക്ക് ഇങ്ങനെയാണ് PHP രണ്ട് രീതിയിൽ എംബെഡ് ചെയ്യാവുന്നതാണ്.